നമസ്കാരം. സജിമോൾസ് ക്ലാസ് റൂമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാരണം ആനുവൽ എക്സാം കഴിയുന്നതിന് മുമ്പായിട്ട് അത് തുടങ്ങുന്ന സമയമാണല്ലോ. അപ്പോൾ കുറച്ച് ബാലൻസ് നിൽക്കുന്നുണ്ടായിരുന്നു ഗ്രാമർ സെക്ഷനിൽ. ഇനിയിപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഇടാമല്ലോ നമുക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാമർ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല. കുറേ ലെങ്തി ആയി പോയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ. അതുകൊണ്ടാണ് ഉടനെ തന്നെ ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ ഗ്രാമർ ഒത്തിരി കുട്ടികൾക്ക് അത് ബെനിഫിറ്റ് ഉണ്ടായി എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്ന് ഒരു പത്ര പറഞ്ഞായിരുന്നു. ഇത്തിരി ഒരു പറഞ്ഞതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു പിന്നീട് കേട്ടപ്പോൾ. അനൗപചാരിക് പത്ര, ഔപചാരിക് പത്ര. അനൗപചാരിക് എന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യലാണ്, ഔപചാരിക് ഒഫീഷ്യലാണ്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് അനൗപചാരിക് തന്നെയാണ്, അൺഒഫീഷ്യലാണ്, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉള്ളത്. മറ്റേ ഒഫീഷ്യൽ ലെറ്റർ സാധാരണ വരാറില്ല. അങ്ങനെ ഒരു ഇത് പറഞ്ഞു. പിന്നെ അവ്യയും വെക്കേഷൻ ക്ലാസ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇപ്പോഴാണല്ലോ അതിൻ്റെ ആവശ്യം എക്സാം ടൈമിൽ. അവ്യ മീൻസ് പ്രിപ്പോസിഷനാണ്. ഔർ, യാ, കിന്തു, ക്യോങ്കി, ബട്ട് ഒരു സെൻറ്റൻസിൻ്റെ ഒരു കണക്റ്റഡ് വേർഡായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഔർ, യാ, കിന്തു, ക്യോങ്കി. അതാണ് അവ്യയിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ്. അത് അവ്യ, സംബന്ധബോധക അവ്യ, അത് പ്രിപ്പോസിഷൻ, സമുച്ചയബോധക അവ്യ, കൺജങ്ഷൻ, വിസ്മയാദി ബോധക അവ്യ, ഇൻ്റർജെക്ഷൻ. അതാണ് അവ്യേൻ്റെ സെക്ഷനിൽ. അത്രയും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്താം, അത്രയേ ഉള്ളൂ. പിന്നെ ആവശ്യം വരുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോരുന്നതനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ പിന്നെ ഒരെണ്ണം പറഞ്ഞത്, ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത് സമാസാണ്. സമാസ് മീൻസ് കോമ്പൗണ്ട്. അത് ഫോർ എക്സാമ്പിൾ ആജീവൻ, ലൈഫ് ലോങ് എന്നുള്ള അതിന് ജീവൻ ഭർ, അത് അങ്ങനെയാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഒറ്റ എക്സാമ്പിൾ കൊണ്ട് ആ കാര്യങ്ങൾ ക്ലിയർ ആവണമല്ലോ. പിന്നെ കുട്ടികൾക്ക് വരുന്ന വിഷയങ്ങളാണ് പിന്നെ പറയുന്നത് എക്സാം ടൈമിൽ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിന്ദി ലൈനിലാണ് ബോർഡ് എക്സാം. അതായത് മോഡൽ എക്സാം വന്നപ്പോൾ പ്ലെയിൻ പേപ്പറായി കൊടുത്തത് 10th-കാർക്ക്. അപ്പോൾ കുട്ടികൾക്കത് ലൈൻ കറക്റ്റായിട്ട് ഹിന്ദി, എസ്പെഷ്യലി ഹിന്ദി ലാംഗ്വേജ് എഴുതാൻ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊക്കെ പോയി. അതിൽ അപ്പോൾ ആൻസർ ഷീറ്റിന് ഒരു അപ്പിയറൻസ് ഇല്ലാതെ പോകുന്നുള്ളത് സത്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചർ ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ, ഇപ്പോൾ ബോർഡ് എക്സാമിന് ഇപ്പം മോഡൽ എക്സാമിന് അവനവൻ്റെ ടീച്ചേഴ്സ് തന്നെയാണല്ലോ നോക്കുന്നത്. ബോർഡ് എക്സാം വരുമ്പോൾ വേറെ ടീച്ചേഴ്സാണ് നോക്കുന്നത്. പിന്നെ കുറേ സ്കൂളുകൾ നമ്മൾ ടൈപ്പ് ഉണ്ട്, അതനുസരിച്ചായിരിക്കും, എസ്പെഷ്യലി സ്റ്റേറ്റ്. അതനുസരിച്ചാണ് ഇത്ര സ്കൂളുകൾ ഇന്ന ടീച്ചേഴ്സിൻ്റെ കൺട്രോൾ, ഇന്ന സ്കൂളിൻ്റെ കൺട്രോളിലായി അങ്ങനെ വരും. അത് തിരിച്ചിട്ടുണ്ടല്ലോ, അത് പറ്റില്ലല്ലോ. അപ്പോൾ എന്നാലും വേറെ ടീച്ചേഴ്സാണ്. അപ്പോൾ നമ്പർ അനുസരിച്ച് നെയിമിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ലല്ലോ, അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ ലൈൻ വരുമ്പോൾ ഹിന്ദി ലാംഗ്വേജ് ഓരോ ലൈനിലും തൂങ്ങി കിടക്കുന്നത്, ആസ് ലൈക്ക് ബാറ്റ്. ലൈനിൽ തൂങ്ങി വരുന്നത് ലൈനിൽ വരയ്ക്കണം. സ്ലീപ്പിംഗ് ലൈൻ വരുന്നത് ആ ലൈനിൽ വരയ്ക്കണം. നിങ്ങളാണ് ഹിന്ദി ലാംഗ്വേജ് അങ്ങനെ. അപ്പോൾ സെയിം മലയാളമാണെങ്കിൽ ലൈനിൻ്റെ ടോപ്പിൽ വരണം, ഇംഗ്ലീഷ് ആണെങ്കിൽ ലൈനിൻ്റെ ടോപ്പിൽ, ആൻഡ് മാത്സ് ഈസ് ഓൾസോ ലൈനിൻ്റെ ടോപ്പിൽ തന്നെ എഴുതുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ എഴുതുകയാണ് 1 2 3. ആ 1 എന്നിട്ടിട്ട് ഒരു കാര്യം ഹിന്ദിയിൽ എഴുതുകയാണ്. ഹിന്ദിയിൽ എഴുതുമ്പോൾ 1 എന്നുള്ള നമ്പർ ആ ലൈനിൻ്റെ മുകളിൽ തന്നെ നിൽക്കണം. ഹിന്ദി എഴുതുമ്പോൾ ലൈനിൻ്റെ താഴിലേക്ക് ആ സെയിം ലൈൻ താഴേട്ട് വരണം. സ്ലീപ്പിംഗ് ലൈനാണ് ആ ലൈനിൽ, സ്ലീപ്പിംഗ് ആ ഓരോ വേർഡിനും വരയ്ക്കുന്ന ആ ലൈൻ മാത്രമാണ്, മുകളിൽ വരയ്ക്കുന്ന ആ വരയാണ് ആ ലൈനിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ നമ്പർ മാത്സ് എന്നുള്ള നമ്പർ 1 എന്നുള്ള നമ്പർ ആ ലൈനിൻ്റെ സെയിം ലൈനിൻ്റെ ടോപ്പിൽ വരണം. ഹിന്ദി ലാംഗ്വേജ് ലൈനിൻ്റെ താഴെയിട്ട് വരും. അതിൻ്റെ ഒരു മലയാളം മീനിങ് എഴുതുമെന്ന് വയ്ക്കുക. മലയാളം മീനിങ് എഴുതുമ്പോൾ ലൈനിൻ്റെ ടോപ്പിൽ തന്നെ വരും. ഇംഗ്ലീഷ് മീനിങ് ഈസ് ഓൾസോ ലൈനിൻ്റെ ടോപ്പിൽ. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു കമൽ 1. അപ്പോൾ നമ്മൾ ശബ്ദാർത്ഥത്തിൻ്റെ സെക്ഷനാന്ന് വയ്ക്കുക. കമൽ എന്നൊരു വേർഡ് എഴുതി. കമൽ എന്ന വേർഡ് 1 എന്നുള്ള നമ്പറിലാണെങ്കിൽ റോമൻ വേർഡ് 1ൻ്റെ 1 എന്ന സെക്ഷനാണ് ശബ്ദാർത്ഥം എടുക്കുക. പിന്നെ വിലോം ശബ്ദ, ഓപ്പോസിറ്റ്സ്, പര്യായവാചി സെയിം മീനിങ്, ആൻഡ് നാനാർത്ഥ ഡിഫറെൻറ്റ് മീനിങ്, അങ്ങനെ അങ്ങ് പോകും. കുട്ടികൾക്ക് കോമൺ ആയിട്ട് അതൊക്കെ അറിഞ്ഞിരിക്കണം. ബേസിക്കലി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിലും ഫസ്റ്റ് ടു ലാസ്റ്റ് 10th +1 +2നും ഹിന്ദി എടുക്കുന്ന ഏത് ക്ലാസ് അറ്റ് എനി ക്ലാസ്സസ്
ലാംഗ്വേജസ് ഫൗണ്ടേഷൻ സെയിം ആണല്ലോ, പിന്നെ അതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ലൈഫിലും ലോകം ഉള്ളിടത്തോളം കാലം പഠിച്ചു വെച്ചാൽ ഫൗണ്ടേഷൻ ഉള്ള ലാംഗ്വേജസ് പഠിച്ചു വെച്ചാൽ ലാംഗ്വേജസിൽ വേണ്ടുന്ന ഫൗണ്ടേഷൻ പഠിച്ചു വെച്ചാൽ പിന്നെ അതിൻ്റെ ഒരു ചേഞ്ചസും വരുന്നില്ല. ലൈഫ് ലോങ് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പഠിച്ചാൽ അത് വലുതായാലും അത് മനസ്സിൽ നിൽക്കും. പിന്നീട് പഠിച്ചു വരുന്ന അറിവ് ഫ്ലോട്ട് ചെയ്ത് കിടക്കും, മോളിൽ കിടക്കും. അപ്പോൾ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന അറിവ് അവിടെ നിൽക്കും, ഫൗണ്ടേഷനുണ്ട്, അവിടെയുണ്ട്. നമ്മളിപ്പോൾ സ്കൂൾ തലത്തിൽ ഒരു പ്രെയർ സോങ് ഒക്കെ, സ്കൂളിലെ പ്രെയർ സോങ് ഒക്കെ ആണെങ്കിൽ അതിപ്പോഴും നമുക്ക് ബൈഹാർട്ടാണ്, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ബട്ട് പിന്നീട് പഠിച്ച അറിവ് നമ്മൾ റൈറ്റ് ചെയ്ത് വെക്കണം, ഒന്നുമില്ല ഡയറി എഴുതി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ചിലത് മറന്നു പോകും. പക്ഷേ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പഠിക്കുന്ന അറിവുകൾ ഒരിക്കലും മറക്കില്ല, ലൈഫ് ലോങ് മറക്കില്ല, ഫൗണ്ടേഷനുണ്ട്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ കമൽ പറഞ്ഞു വന്നത്, കമൽ എന്ന വേർഡ് 1 എന്നുള്ള നമ്പർ മുകളിലിട്ടു. കമൽ എന്നുള്ള വേർഡ് ലൈനിൽ തൂങ്ങി വന്നു. അതിൻ്റെ മീനിങ് ആയ ലോട്ടസ്, ഇംഗ്ലീഷ് മീനിങ് തൊട്ട് മുകളിൽ ലൈനിൻ്റെ മുകളിൽ വന്നു. താമര എന്ന വേർഡും മീനിങ്ങും മലയാളം മീനിങ്ങും മുകളിൽ തന്നെ വരണം കേട്ടോ. അപ്പോൾ അതാണ് എഴുതുന്ന രീതി. ഒത്തിരി സ്കൂളുകാർ ടീച്ചേഴ്സ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് കുറേ സ്കൂളുകാരുടെ കണക്ഷൻ ഉണ്ടല്ലോ, പല സ്കൂളിലെ കുട്ടികളെയാണല്ലോ ഞാൻ പലപ്പോഴായിട്ട് പല ടൈമിൽ പഠിപ്പിക്കുന്നത്. ഒരു സെയിം ക്ലാസ് ആണെങ്കിൽ പോലും ഞാൻ ഡിഫറെൻ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. സെയിം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ ഒന്നിച്ചിരിക്കില്ല, സ്കൂളിൽ സെയിം ആണെങ്കിലും. അപ്പോൾ എനിക്ക് ഒത്തിരി സ്കൂളിൻ്റെ ടീച്ചിങ് മെത്തേഡും അറിയാം, അവരുടെ ഒത്തിരി കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഞാൻ അത് ഇതായിട്ട് പറയുന്നതല്ല, ഓരോ സ്കൂളിലും അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ, പക്ഷേ കോമൺ ആയിട്ടുള്ള റൂൾ മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ലൈനിൽ തൂങ്ങിയാണ് ഹിന്ദി എഴുതേണ്ടത്. മലയാളവും ഇംഗ്ലീഷും മാത്സ് ഈസ് ഓൾസോ ലൈനിൻ്റെ ടോപ്പിൽ ലൈനുള്ള പേപ്പറാണെങ്കിൽ. അപ്പോൾ മോഡൽ എക്സാമിന് 10th പ്ലെയിൻ പേപ്പറാണ് കൊടുത്തത്, കുട്ടികൾക്ക് കുറച്ച് വിഷയം വന്നു. ഇനി ബോർഡ് എക്സാമിന് കുട്ടികൾ പറഞ്ഞത് ലൈൻ പേപ്പർ ആയിരിക്കുമെന്ന്. അപ്പോൾ അവിടെ രക്ഷപ്പെട്ടു. പിന്നെ വെട്ടിക്കുത്തി എഴുതരുത്, വെട്ടി പോരല്ലേ, എസ്പെഷ്യലി ഹിന്ദി ലാംഗ്വേജ്. നമ്മൾ ഫസ്റ്റ് അപ്പിയറൻസ് ഈസ് ദ ബെസ്റ്റ് അപ്പിയറൻസ്. ആ പേപ്പറിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു അപ്പിയറൻസ്, ടീച്ചർ ചെക്ക് ചെയ്യുമ്പോൾ ഒരു അപ്പിയറൻസ് വേണമല്ലോ. അപ്പോൾ ഓൾറെഡി ഹിന്ദി ലാംഗ്വേജ് വെട്ടി ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ എല്ലാം ഉണ്ടല്ലോ. അതിൻ്റെ കൂടെ നമ്മൾ മിസ്റ്റേക്ക് വരുന്നത് കട്ട് ചെയ്ത് ഇങ്ങോട്ട് അങ്ങനെ മാക്സിമം വരാതെ നോക്കുക. വീണ്ടും വെട്ടിക്കുത്തി വന്നാൽ അപ്പിയറൻസ് പോകുന്നുള്ളതിന് ഒരു സംശയമില്ല, നോ ഡൗട്ട്. ദെൻ എക്സാം മറന്നു പോകുക എന്ന് പറയുന്നത് ഈ തട്ടിക്കൂട്ട് ലാസ്റ്റ് ഉള്ള പഠിത്തം കൊണ്ടാണ്. ഫൗണ്ടേഷൻ ആജിക്കരോ അന്നന്ന് പഠിപ്പിക്കുന്ന അന്നന്ന് പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും മറന്നു പോകില്ല. ഫൗണ്ടേഷൻ വന്നിട്ട് ഫൈനലാകുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് റൈറ്റ് ആൻഡ് സ്റ്റഡി, എഴുതി പഠിച്ചാൽ മാത്രം പോരാ, റീഡിങ് പഠിക്കണം. CBSE എസ്പെഷ്യലി സ്റ്റുഡൻസിന് സൗണ്ടില്ല, അവർ എഴുതി പഠിക്കുക, എഴുതി ഫുൾ മാർക്ക് 10 out of 10 ആയിരിക്കുക. പക്ഷേ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, സൗണ്ടിങ് വരുന്നില്ല, അവർ റീഡ് ചെയ്യുന്നില്ല. റീഡ് ചെയ്യാൻ അവർ സ്റ്റേറ്റിൽ നിന്നല്ല, എല്ലാ സ്റ്റുഡൻസിൻ്റെ മൊത്തത്തിൽ കാര്യം കേട്ടോ, CBSE എന്നല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ഒത്തിരി പേരുടെ കാര്യമല്ല, എല്ലാം കുറച്ച് കാര്യമാണ് പറയുന്നത്. 10 പേരെടുത്ത് 5 പേരുടെ കാര്യമാണ്. 5 പേരങ്ങനെ ആയിരിക്കില്ല. ടീച്ചേഴ്സിൻ്റെ ഫാമിലിയിൽ അല്ല, അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല. ടീച്ചേഴ്സിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ മക്കളെ അവർക്ക് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എല്ലാ കേസും അല്ല, റെയർ കേസാണ് പറയുന്നത്. അപ്പോൾ റീഡ് ചെയ്യാൻ സൗണ്ടില്ല, കുട്ടികൾക്ക് സൗണ്ടില്ല, റൈറ്റ് ചെയ്യുന്നുണ്ട്, ഫുള്ള് മാർക്കുമുണ്ട്. അപ്പോൾ എഴുതി പഠിക്കുന്നതിൻ്റെ കൂടെ ഒന്ന് സൗണ്ടോട് കൂടി ഒന്ന് റൈറ്റ് ആൻഡ് സ്റ്റഡി ചെയ്യുമ്പോൾ റീഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒന്ന് പറഞ്ഞ് എഴുതണം. എക്സാം ഹോളിലെ കാര്യമല്ല പറയുന്നത്, കുട്ടികൾ എഴുതി പഠിക്കുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ദെൻ ഇപ്പം നമ്മൾക്കിപ്പോൾ കോമ്പോസിഷൻ അനുച്ഛേദ ലേഖനം എഴുതാൻ വരുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് വരാം. അത് ഇന്നലെ പറഞ്ഞാൽ പൊല്യൂഷൻ പറഞ്ഞിരുന്നു. പൊല്യൂഷൻ പ്രദൂഷണമാണ് ഹിന്ദിയിൽ. അതിൽ ഒരു ഇപ്പം പറഞ്ഞൊരു ന്യൂ അല്ലാതെ ഉള്ളത് തന്നെയായിരുന്നു. 4 type ഓഫ് പൊല്യൂഷൻ ഉണ്ട്. വാട്ടർ പൊല്യൂഷൻ പ്രദൂഷണമാണ് ഹിന്ദി, ജൽ പ്രദൂഷൻ. ദെൻ സൗണ്ട് പൊല്യൂഷൻ ഉണ്ട്. സൗണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ ലൈറ്റ്, അതായത് ഫുൾ ടൈം ഈ ലൈറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടന്നാൽ നൈറ്റ് ഫംഗ്ഷനാണ്, അത് ഫുള്ള് ലൈറ്റ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു ജീവികൾ അവർക്ക് രാത്രിയാണോ പകലാണോ എന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അവരുടെ ഒത്തിരി കാര്യങ്ങൾ റൊട്ടേഷൻ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഡിലേ വരിക. അപ്പോൾ അവർ അങ്ങനെ വംശനാശ ഭീഷണിയിലേക്ക് വരുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് ഉണ്ടായിരുന്നു. ഈ ലൈറ്റ് ഒരു പൊല്യൂഷൻ തന്നെയാണ്. അതായത് പകല് സൺലൈറ്റ് ഉണ്ടല്ലോ നമുക്ക് പ്രകൃതി തരുന്നത്,
ബട്ട് രാത്രിയിൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളിപ്പോൾ ഈ സോളാർ എനർജി കറണ്ടൊക്കെ ഉണ്ടാക്കിയതുകൂടി ഇഷ്ടം പോലെ ചെയ്യാമെന്നുള്ളൊരു ഫ്രീ ആണ്. ഓക്കെ, ഒത്തിരി ഫ്രീ എന്നല്ല, ഒത്തിരി കുറവുണ്ടല്ലോ. അപ്പോൾ ഈ ലൈറ്റ് ഒരു പൊല്യൂഷൻ തന്നെയാണ്, പ്രദൂഷണമാണ് ഇന്ത്യയിൽ. അത് നമ്മുടെ പ്രാണികൾക്ക്, ചെറിയ ചെറിയ ജീവജാലങ്ങൾക്ക് വിഷയം വരുന്നുണ്ട്, അവർ നശിച്ചു പോകുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസിൽ കണ്ടത്. അപ്പോൾ ഇപ്പോൾ 5 ജെല്ല്, വാട്ടർ, ജൽ പ്രദൂഷൻ, അതായത് വാട്ടർ, ദെൻ ലൈറ്റ് പ്രദൂഷണം ഒന്നുകൂടെ വന്നു, പിന്നെ എർത്ത് പൊല്യൂഷൻ, ഭൂമി, അത് പിന്നെ പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള, ദെൻ എയർ പൊല്യൂഷൻ. ഓക്കെ, അത്രയും പ്രദൂഷണം അങ്ങനെ കിടക്കുന്നു. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞത് അതും അനുച്ഛേദ ലേഖനം എഴുതുന്നതിൽ വരാം. കോമ്പോസിഷൻ, ഗ്ലോബൽ വാർമിംഗ് സെക്ഷനുണ്ട്. അത് ആഗോളതാപനം എന്നാണ് അതിൻ്റെ മലയാളം. അത് നമുക്കറിയാം, അതൊക്കെ കുറച്ച് മുമ്പ് തൊട്ടേ ഉള്ള കാര്യങ്ങളാണ്. കൂടുതലായിട്ടും കുട്ടികൾ പഠിച്ചേക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ്. അത് കഴിഞ്ഞു. അപ്പോൾ പ്രദൂഷണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ചാർ പ്രദൂഷണമാണ് ഇതിനു മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലൈറ്റും കൂടെ കൂടിയിട്ടുണ്ട്, അപ്പോൾ 5 എണ്ണമായി. വായു പ്രദൂഷൻ, ജൽ പ്രദൂഷൻ, ധ്വനി സൗണ്ടാണ്, സൗണ്ട് പ്രദൂഷൻ. വായു എന്ന് പറഞ്ഞാൽ എയർ പൊല്യൂഷൻ, ജൽ എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രദൂഷൻ, ധ്വനി സൗണ്ട് പ്രദൂഷൻ, പൊല്യൂഷൻ. ആർ ഭൂമി പ്രദൂഷൻ, എർത്തിൽ ഭൂമി. ഇപ്പോൾ വൺ മോർ, ലൈറ്റ്, ധ്വനി സൗണ്ട്, ദിയ ലൈറ്റ്. ഓക്കെ, അപ്പോൾ 5 ടൈപ്പ് ഓഫ് പൊല്യൂഷനുണ്ട്. അനുച്ഛേദ ലേഖന് വേണ്ടിയിട്ട് സാധാരണ എടുക്കുന്നതാണ്. അപ്പോൾ ലൈറ്റാണ് ഒന്ന് ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്, പക്ഷെ അതിപ്പോൾ കൂടുതലാണ് നമ്മുടെ സറൗണ്ടിങ്സിൽ. പിന്നെ ഡിറക്ഷൻസ്, ഡിറക്ഷൻ, 4 ടൈപ്പ് ഓഫ് ഡിറക്ഷനുണ്ട്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പശ്ചിമ, പൂർവ്വ, ദെൻ ഓക്കെ, പശ്ചിം, പൂർവ്വ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. പൂർവ്വ, ഈസ്റ്റ്, പശ്ചിം, വെസ്റ്റ്, ഉത്തർ, ദക്ഷിൺ. ഓക്കെ, നോർത്ത്, സൗത്ത് കേട്ടോ. അപ്പോൾ 4 ടൈപ്പ് ഓഫ് ഡിറക്ഷൻ. ദിശയാണ് ഡിറക്ഷൻ. ദെൻ ഞാൻ എൻ്റെ ക്ലാസ്സിൽ കയറിയിട്ടാണ്, ഞാൻ പ്ലാൻ ചെയ്യാറില്ല. സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിലും അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. ഏതെങ്കിലും സബ്ജക്റ്റ് വേണമെന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോൾ ഗ്രാമർ അതാണ് എനിക്ക് ക്ലാസ്സിൽ കയറിയിട്ടുള്ളത്. അല്ല, നേരത്തെ പ്ലാൻ ചെയ്യുന്ന ഒരു സ്വഭാവം നല്ല സ്വഭാവമല്ല. ഓക്കെ, ദെൻ ഇസ്കി ബാദ് ആനെ വാല, ഇപ്പോൾ ദിശ കഴിഞ്ഞല്ലോ, ഡിറക്ഷൻ കഴിഞ്ഞു. ഇനി ഡേയ്സ്, സൺഡേ, മൺഡേ എന്നുള്ളത്. ബുധനാഴ്ച മലയാളത്തിൽ ക്ലൂ, ശനിയാഴ്ച, സാറ്റർഡേ, സൺഡേയിൽ അങ്ങനെ തന്നെ പറയും. അപ്പോൾ അതിൻ്റെ ബാലൻസ് കാര്യങ്ങൾ പിന്നീട് പറയാം. ഇത് ലെങ്തി ആയിട്ട് ഈ വീഡിയോ പോകരുതെന്നൊരു മനസ്സിൽ വിചാരിച്ചായിരുന്നു. ബട്ട് അത് വീണ്ടും നീണ്ടു പോകുന്നതിനൊരു ലക്ഷണം കാണുന്നുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് മീനിങ് വരുന്ന അനേകാർത്ഥി ശബ്ദമാണ് കേട്ടോ. അനേകാർത്ഥി ശബ്ദം. ഫോർ എക്സാമ്പിൾ, സോന എന്നൊരു വേർഡിന് സ്ലീപ്പിംഗ് എന്നാണ് ഒറിജിനൽ മീനിങ്, ഒരു മീനിങ്. ദെൻ ഡിഫറെൻറ്റ് മീനിങ് ഗോൾഡ് എന്നുള്ളൊരു മീനിങ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഡിഫറെൻറ്റ് മീനിങ്. അതാണ് അനേകാർത്ഥി ശബ്ദ് എന്ന് പറയുന്നത്. പിന്നെ പര്യായവാചിയാണ് സെയിം മീനിങ് വരുന്നത്. സെയിം മീനിങ് പര്യായവാചിക്ക് വരും. അനേകാർത്ഥി ശബ്ദത്തിന് ഡിഫറെൻറ്റ് മീനിങ് വരും. അതിൻ്റെ എക്സാമ്പിളാണ് സോന എന്ന ഗോൾഡും സ്ലീപ്പിങ്ങും. ദെൻ നമ്മൾ വാർ പറഞ്ഞായിരുന്നു. വാർ ആണ് വീക്ക്, ദിൻ. അപ്പോൾ ഇതവാർ എന്നെ രവിവാർ എന്നും പറയും, സൺഡേ. സോമവാർ മൺഡേ, മംഗൾവാർ ട്യൂസ്ഡേ, ബുധവാർ വെനസ്ഡേ ആണ്, ബുധനാഴ്ചയാണ്. ഹിന്ദിയിൽ ഒത്തിരി കാര്യങ്ങൾ ഹിന്ദിയും മലയാളവും സെയിം ആയിട്ട് വരാറുണ്ട്, കമ്പാരിസൺ നടത്തി പഠിക്കാവുന്നതേ ഉള്ളൂ. ദെൻ ഗുരുവാർ തേഴ്സ്ഡേ, ശുക്രവാർ ഫ്രൈഡേ. ഗുരുവാർ തേഴ്സ്ഡേക്ക് വേറൊരു ബൃഹസ്പതിവാർ എന്നും പറയും. അപ്പോൾ ഇതവാറും രവിവാറും സൺഡേ ആണ്. ഗുരുവാറും ബൃഹസ്പതിവാറും തേഴ്സ്ഡേ എന്ന ഡേനെ കുറിക്കുന്നു. വാർ എന്നാണ് ഡേക്ക് പറയുന്നത്, ഡേ. ദെൻ ശുക്രവാർ ഫ്രൈഡേ, ശനിവാർ സാറ്റർഡേ. ഓക്കെ, അപ്പോൾ ദാറ്റ് സെക്ഷൻ ഈസ് ഓവർ. ഇനി ഓപ്പോസിറ്റ്
then subject. Correct. Okay. അപ്പോൾ ഡിഫറെൻറ്റ് മീനിങ് ആൻഡ് സെയിം മീനിങ് പര്യായവാചി ശബ്ദ ഡിഫറെൻറ്റ് മീനിങ് വരുന്നത് സെക്ഷനുണ്ട്. ഇപ്പോൾ സോന എന്ന വാക്ക് പറഞ്ഞു, അതിന് സ്ലീപ്പിംഗ് എന്നും ഗോൾഡ് എന്നും മീനിങ് ഉണ്ട്. അനേകാർത്ഥി ശബ്ദം എന്നാണ് ആ സെക്ഷൻ പറയുന്നത്. ദെൻ ഓക്കെ, ഇനഫ്. താങ്ക് യു. ഇനിയും ഓർക്കുന്ന അനുസരിച്ച് ഗ്രാമർ കംപ്ലീറ്റ് ചെയ്ത് തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. വെക്കേഷന് വേറെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യും. ഇപ്പം ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ പെട്ടെന്ന് തോന്നിയത് കൊണ്ടാണ്, സ്റ്റുഡൻസ് ആവശ്യം ബാലൻസ് വേണം മിസ്സേ എന്ന് പറഞ്ഞുകൊണ്ട്, ടീച്ചറെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. Thanks a lot for your valuable support. Bye.